നമ്മളിന്ന് ബന്ദിപ്പൂർ പോവാണ്. 180 റുപ്പീസ് ആണ് ഈ ഒരു ടോളില്. നൊസ്റ്റുമായിട്ട് എനിക്ക് കിട്ടി കേട്ടോ. ചോക്കി പാലക്കാട് കിട്ടുന്ന ഒരു അതേ സൈഡിൽ നിർത്തിയിട്ട് ജിപ്സിയിൽ പോകണം ആഗ്രഹം. പക്ഷേ ടിക്കറ്റ് വരുന്നത് പസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകും. ആനിന്റെ ഒരു വെറൈറ്റിയിലും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ബന്ദിപ്പൂർ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ. മോർണിംഗ് 6 ആയപ്പോഴാണ് നമ്മൾ ഇന്ദിരാനഗറിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ 225 കിലോമീറ്റേഴ്സ് ഉണ്ട് ബന്ദിപ്പൂർ ടൈഗർ സഫാരിയിൽ എത്താനായിട്ട്. 4.5 hours ആണ് കാണിക്കുന്നത്. സാറ്റർഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു കേട്ടോ ബാംഗ്ലൂർ റോഡിൽ. സോ സ്മൂത്ത് ആയിട്ട് നമ്മൾ മൈസൂർ ഹൈവേയിലേക്ക് കയറാനുള്ള ടോളിലെത്തി. 180 റുപ്പീസ് ആണ് ഈ ഒരു ടോളില് ചാർജ്. മൈസൂർ റോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് പോകും. നമ്മൾ പോകുന്ന റോഡ് കിട്ടിയാൽ നമുക്ക് സ്നാക്സ് കഴിക്കണമല്ലോ. അപ്പൊ ഇന്നലെ സ്നാക്സ് മേടിക്കാൻ പോയപ്പോൾ എന്റെ നൊസ്റ്റുമായിട്ട് എനിക്ക് കിട്ടി കേട്ടോ. ചോക്കി പണ്ട് ടീച്ചേഴ്സ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കഴിക്കും. എന്റെ ഫ്രണ്ട് ബിൻസി ഇത് കാണുന്നുണ്ടെന്ന് അറിയില്ല. കാണുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ ബിൻസി ഇത്? അങ്ങനെ മല്ലവേലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ടോളിലെത്തി കേട്ടോ. ഇവിടെ 70 റുപ്പീസ് ആണ് കാറിന് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ചെക്ക് പോയിന്റ് ചാമരാജ് നഗർ ആണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ടാണ്. രണ്ട് സൈഡും പാടങ്ങളും ഈ വില്ലേജ് ആൾക്കാർ താമസിക്കുന്ന പോലത്തെ പ്ലേസ് ആണ് കേട്ടോ. രണ്ട് സൈഡും കൃഷി സ്ഥലങ്ങളും. നമ്മുടെ പാലക്കാട് കിട്ടുന്ന ഒരു അതേ ബ്യൂട്ടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു റൂട്ടില്. ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെഡും ചിക്കനൊക്കെ കൊണ്ടുപോയായിരുന്നു. നമ്മുടെ ഒരു തെങ്ങിൻ തോപ്പിന്റെ സൈഡിൽ നിർത്തിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അതിഥി വന്നു, അവനും കുറച്ച് കൊടുത്തു. നമ്മൾ എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ രണ്ട് സൈഡും റെഡ് ഫ്ലവേഴ്സ് നിറഞ്ഞ മരങ്ങൾ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. ഏകദേശം ബന്ദിപ്പൂർ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു സൺഫ്ലവർ ഫീൽഡ് ഉണ്ട് കേട്ടോ. ആൾക്കാർ അവിടെ നിർത്തി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുണ്ടൽപേട്ട് നമ്മൾ ക്രോസ് ചെയ്തു. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ സഫാരി എൻട്രൻസിലെത്തി. ഈ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ടും ടിക്കറ്റ് കൗണ്ടറും ഇത് നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറും റൈറ്റ് സൈഡിലായിട്ട് പാർക്കിങ്ങും ചെറിയ ജ്യൂസ് ഷോപ്പും സുവനീർ ഷോപ്പും അങ്ങനെ കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ മേടിക്കുന്ന ഷോപ്പൊക്കെയാണ് വരുന്നത്. ഇവിടെ നമ്മളെ ബസ്സിലോ ജിപ്സിയിലോ ആണ് നമ്മളെ ഫോറസ്റ്റിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. ടൈമിംഗ് ഒക്കെ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ടൈമിങ്ങും സഫാരിയുടെ റേറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെത്തിയപ്പോൾ 10 ആയിപ്പോയി. 9 ലാസ്റ്റ് 5 ഇനി 2:30 പോകും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. പോസ്റ്റ് ടിക്കറ്റ് 2 മണിക്കൂർ 11:30 ആയി. ഇനി 1 hour ടിക്കറ്റ് കൗണ്ടർ. അതുപോലെ തന്നെ ടിക്കറ്റ് ഓൺലൈൻ എടുത്തിട്ട് വരിക. അല്ലെങ്കിൽ അതുപോലെ ഇവിടെ സീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. ടിക്കറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ബസ് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. ജിപ്സിയിൽ പോകണം എൻ്റെ ആഗ്രഹം. പക്ഷേ ജിപ്സി ഇല്ല, ബസ്സുള്ളൂ എന്നാണ് പറയുന്നത്. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നതുപോലെ പലത്തിനും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പോയി നോക്കാം. 1 മണി കറക്റ്റ് ആയപ്പോഴേക്കും ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയി കേട്ടോ. അപ്പോൾ നമുക്ക് ബസ്സിൽ മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. 650 റുപ്പീസ് ആണ് ബസ്സിന് ടിക്കറ്റ് വരുന്നത് പെർ പേഴ്സൺ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റിയ കാട്ടാനയാണ് കേട്ടോ. അപ്പൊ ഇത് മെയിൻ റോഡാണ്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ്. അവിടെ നിന്ന് കുറച്ച് ഡൈവേർട്ട് ചെയ്തവര് ഫോറസ്റ്റിലേക്ക് പോവാണ് ചെയ്യുക. ആ റോഡ് മാത്രമേ നമുക്ക് പബ്ലിക് ആക്സസ് ഇല്ലാതുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് റോഡിലൂടെ പോകുമ്പോഴും കാണാൻ പറ്റും ഈ ഒരു വൈൽഡ് ആനിമൽസിനെയൊക്കെ. ടൈഗറിനെ കാണാനായിട്ടാണ് നമ്മൾ ഈ ഫോറസ്റ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറാണ് കേട്ടോ. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ തന്നെ നമ്മൾ ഫോറസ്റ്റിലേക്കാണ് കയറുന്നത്. ആദ്യം കയറിയപ്പോഴും നമുക്ക് കാട്ടാനേനെയാണ് കാണാൻ പറ്റുള്ളൂ. അത് ഒന്നൊന്നും അല്ലായിരുന്നു, 2-3 എണ്ണം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് സൂ പോലെ അവർ വളർത്തുന്നതല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമുക്ക് ഈ മൃഗത്തിനെ കാണാൻ പറ്റും എന്നൊക്കെ. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ കാടിനുള്ളിലൂടെയുള്ള യാത്ര ഒരു എക്സ്പീരിയൻസ് തന്നെ. കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ട് കുറച്ച് ദൂരം പോയപ്പോഴേക്കും മരത്തിലൊരു മയിലിരിക്കുന്നതാണ് കണ്ട കേട്ടോ. അതെന്റെ സൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കണ്ടായിരുന്നു. കുറച്ച് മാൻകൂട്ടങ്ങളാണ് കേട്ടോ. ഇത് മാനിന്റെ തന്നെ ഏറ്റവും വലുപ്പത്തിൽ വരുന്ന ഒരു സ്പീഷ്യസ് ആണ് കേട്ടോ. ഇതിലായിട്ട് ഒരു മുറിവ് പോലെ ഉണ്ടാവും. അത് മുറിവല്ല, അത് ഉണങ്ങത്തില്ല, എപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ മാനിന്റെ ഒരു വെറൈറ്റി ആണ് കണ്ട കേട്ടോ. മാനും മയിലും ആനയും ആണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ കുരങ്ങന്മാരുടെ വെറൈറ്റീസും കാണാൻ പറ്റും കേട്ടോ. ടൈഗറിനെ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. ഞങ്ങളൊരു മിന്നായം പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇത്രയൊക്കെയാണ് 650 റുപ്പീസ് ടൈഗർ സഫാരിയിൽ വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കേട്ടോ. തിരിച്ച് ബസ്സിൽ നമ്മൾ വന്ന് കയറി ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടുത്തെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാം. സഫാരി കഴിഞ്ഞു വന്നു ഗൈസ്. കൊള്ളാമോ? അഭിപ്രായം ചോദിക്കാം. കൊള്ളാമോ? നമ്മൾ മസനഗുഡി വഴി ഊട്ടി പോയാൽ സാധനങ്ങൾ അത്ര കാണാൻ പറ്റും. അതുകൊണ്ട് കാശ് കൊടുക്കൂടെ കയറണമെന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക്
ഇനി അടുത്ത് നമ്മൾ മൈസൂർ ലയന കാർ മ്യൂസിയം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാർ മ്യൂസിയം ഇടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.